നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ? നിങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കഴിവുകളിൽ, നിങ്ങളുടെ സാധ്യതകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, നിങ്ങളെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ലോകം നിങ്ങളെ വിശ്വസിക്കുകയുള്ളൂ. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പവർ ഓഫ് സെൽഫ് ബിലീഫ്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസം? അതാണ് നിങ്ങളുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നത്. നോക്കൂ, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ്. സോ നിങ്ങൾ എന്താണോ നിങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഒരു ശക്തിയുള്ള ആളാണ്, നിങ്ങൾ കരുത്തുള്ള ആളാണ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ്, നിങ്ങൾ ഒരു വിജയിയാണ്, അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾ കാലക്രമേണ നിങ്ങൾ അങ്ങനെ ആവുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സെൽഫ് ബിലീഫ്സ് ആണ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? സത്യത്തിൽ ഇവരെ ആരും സ്നേഹിക്കാത്തതോ പരിഗണിക്കാത്തതോ അല്ല. ഇവര് വിശ്വസിക്കുന്നത് ആളുകൾക്ക് സ്നേഹിക്കപ്പെടാൻ മാത്രം, ആളുകൾക്ക് പരിഗണിക്കപ്പെടാൻ മാത്രം എന്നിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് അർഹനല്ല എന്നാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നുന്നു മറ്റുള്ളവർ എന്നെ പരിഗണിക്കുന്നില്ല, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ബഹുമാനിക്കപ്പെടാൻ അർഹനല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ആരും എന്നെ ബഹുമാനിക്കില്ല. സ്നേഹിക്കപ്പെടാൻ അർഹനല്ല എന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ ആരും എന്നെ സ്നേഹിക്കുകയുമില്ല. സോ നിങ്ങൾക്കാണ് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകേണ്ടത്. ഞാൻ സ്നേഹിക്കപ്പെടാൻ ക്വാളിറ്റി ഉള്ള ഒരാളാണ്, ഞാൻ ബഹുമാനിക്കപ്പെടാൻ ക്വാളിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ള സെൽഫ് ബിലീഫ്സ് നമ്മൾക്കുണ്ടായിരിക്കണം. ഈ സെൽഫ് ബിലീഫ് എന്നിൽ തന്നെ എനിക്കുള്ള വിശ്വാസം എനിക്ക് ജന്മന ലഭിക്കുന്നതല്ല, അത് കാലക്രമേണ ഞാൻ നേടിയെടുക്കുന്നതാണ്, ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. എനിക്ക് എന്നോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കാം, കൈൻഡ്ലി ഞാൻ എന്നോട് സംസാരിക്കാം. ഞാൻ ഒരു മികച്ച വ്യക്തിയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള സെൽഫ് ടോക്ക് നമ്മളോട് തന്നെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി നടത്തേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ സെൽഫ് ബിലീഫ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. നമുക്ക് നല്ല ദേഷ്യം വന്നൊരു സാഹചര്യം ഉണ്ടായി, ആ സാഹചര്യത്തിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്തു? കൺട്രോൾ ചെയ്തു. ആ സാഹചര്യത്തിൽ നമുക്ക് സെൽഫ് ബിലീഫ്സ് കൂടും. എങ്ങനെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ പറയുന്നുണ്ട്. വാഹനങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കാൻ ഒരു എഞ്ചിൻ ഉള്ളതുപോലെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു എഞ്ചിനാണ് സെൽഫ് ബിലീഫ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സെൽഫ് ബിലീഫ്സ് ശക്തിപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്.